ഹലോ എവ്രി വൺ. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കേരളത്തിലെ പ്രൈവറ്റ് കോളേജസിൻ്റെ ഒരു ലിസ്റ്റ് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് ധാരാളമുള്ള ഒരു ഏരിയയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഇൻ എഞ്ചിനീയറിംഗിലുള്ളത്. ഓൾസോ ഇതൊരു ഒഫീഷ്യൽ റാങ്കിങ് അല്ല, ഇത് ജസ്റ്റ് ഒരു ഡിമാൻഡ് ബേസ്ഡ് അനാലിസിസ് ആണ്. ലാസ്റ്റ് ഇയറിൻ്റെ കീം അലോട്ട്മെൻറ്റ് വെച്ചിട്ട് ഏതൊക്കെ സ്റ്റുഡൻസ് ഏതൊക്കെ കോളേജിൽ ടോപ്പായിട്ട് എടുത്തു എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു അനാലിസിസ് വെച്ചിട്ടുള്ള റാങ്കിങ് ആണ്. സോ ഫാക്കൽറ്റി ക്വാളിറ്റി, ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഡാറ്റ, അലോട്ട്മെൻറ്റ് ഡാറ്റ വെച്ചിട്ടുള്ള അനാലിസിസ് ആണ്. സോ നമ്മുടെ റാങ്കിങ് സിസ്റ്റം ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റാങ്കിങ് സിസ്റ്റം CSE ബേസ്ഡ് കട്ട് ഓഫ് മാത്രം നോക്കുന്ന ഒരു ഓപ്ഷൻ എടുക്കാതെ ബേസിക്കലി ഓവറോൾ കോഴ്സിൻ്റെ ആണ് എല്ലാത്തിലും നോക്കിയിട്ടുള്ളത്. സോ ഫസ്റ്റ് പാരാമീറ്റർ ടിയേർഡ് സ്കോറിംഗ് ആണ്. 10K താഴെ കോഴ്സസിന് 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 10 to 15K റേഞ്ചിൽ റാങ്ക് സെലക്ട് ചെയ്തത് 2 പോയിൻറ്റ്സും 15 to 20K സെലക്ട് ചെയ്ത കുട്ടികളുള്ള കോഴ്സിന് 1 പോയിൻറ്റുമാണ്. അപ്പം മൾട്ടിപ്പിൾ സ്ട്രോങ് പ്രോഗ്രാംസ് ഉള്ള കോളേജസിന് നല്ല പോയിൻ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പം അതേപോലെ നെക്സ്റ്റ് പാരാമീറ്റർ ബ്രെഡ്ത്ത് റേഷ്യോ. കോളേജിൻ്റെ എത്ര പെർസെൻറ്റേജ് ഓഫ് കോഴ്സസ് 20K റാങ്കിൻ്റെ അണ്ടറിൽ മാത്രമായിട്ടുള്ള കുട്ടികളാണ് ജോയിൻ ചെയ്തതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം 3 to 5 കോഴ്സസാണ് 20K അണ്ടറിലുള്ള ഒരു ജോയിൻ ചെയ്തതെങ്കിൽ 60% ആണ് ബ്രെഡ്ത്ത് റേഷ്യോ. 3 to 8 ആണെങ്കിൽ ഇറ്റ് ഈസ് 37%. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ആ സ്കോർ കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് മീഡിയൻ കട്ട് ഓഫ്. എല്ലാ കോഴ്സസിൻ്റെയും ഒരു മിഡിൽ വാല്യൂ എടുത്തിട്ട് അത് ബേസിക്കലി ആവറേജിനേക്കാൾ ബെറ്റർ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സ്ലൈഡ്സ്. റാങ്കിങ്ങിൻ്റെ ഏറ്റവും അവസാനം നമ്പർ 1 റാങ്കിങ് കാണിച്ച ശേഷം വിൽ പബ്ലിഷ് ദ ഹോൾ ലിസ്റ്റ്. ഒരു 25 to 30 കോളേജിൻ്റെ ലിസ്റ്റ് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഹോപ്പ് ദിസ് ഹെൽപ്സ്.